ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദശകം 14-ലെ 7-ാമത്തെ ശ്ലോകം, 8-ാമത്തെ ശ്ലോകം. ശതവർഷം അധവ്യതീത്യ സഹ അയം നവകന്യാഃ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതഃ അപി കാന്താം ഹിതകൃത്വജ്ജനന ഉത്സുകാഹാന്യവാസീത്. ശതവർഷം, ശതം എന്നാൽ 100, വർഷം എന്നാൽ സംവത്സരം. അങ്ങനെ ശതവർഷം 100 സംവത്സരം, അധഹ അനന്തരം, വ്യതീത്യ കഴിഞ്ഞു എന്നിരിക്കെ, സഹ ആ വിധത്തിൽ, അയം കർദമമുനി, നവ 9 കന്യാഹ പുത്രിമാർക്ക്, സമം ലഭിക്കുകയും, അവാപ്യ അപ്പോൾ, ധന്യരൂപാഹ വളരെ സുന്ദരികളായി മാറുകയും, വനയാന വനത്തിൽ പോകുവാൻ വേണ്ടി, സമുദ്യതഃ പുറപ്പെട്ടപ്പോൾ, അപി അപ്പോൾ, കാന്ത ഭർത്താവിനോടൊപ്പം, ഹിതകൃത് ഇഷ്ടം തോന്നിയിട്ട്, ത്വജ്ജനന ഭഗവാനെ ജനിപ്പിക്കുന്നതിൽ, ഉത്സുകാഹ ഔത്സുക്യം തോന്നി, ന്യവാത്സീത് ഗൃഹസ്ഥനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ കപിലാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് കണ്ടതെന്നാൽ, നമ്മുടെ കർദമമുനി തൻ്റെ പത്നിയോടൊപ്പം എങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്താൽ ദേവഹൂതി എന്ന പത്നിയോടൊപ്പം 100 സംവത്സരം വളരെ സന്തോഷമായി കഴിയുകയും 9 വളരെ സുന്ദരികളായ പുത്രിമാരെ ജനിപ്പിക്കുകയും, അതിനുശേഷം വനത്തിൽ പോകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ, ആ ഭർത്താവിൻ്റെ ആ ഒരു ആഗ്രഹത്തിന് തനിക്കും വനത്തിൽ പോകുവാനുള്ള ആഗ്രഹമുണ്ടെന്ന് തോന്നിപ്പിക്കുകയും, അതിനു മുമ്പ് ഭഗവാനെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജനിപ്പിക്കുവാനുള്ള താല്പര്യം കാണിക്കുകയും, അങ്ങനെ വനത്തിൽ പോകുവാൻ വേണ്ടിയുള്ള ആ തീരുമാനത്തെ മാറ്റിയിട്ട് ഗൃഹസ്ഥനായിട്ട് കഴിയുകയും ചെയ്തു. മഹാകായസോയം തവ ശതവർഷമദവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോപി കാന്താ ഹിതകൃത്വജ്ജനസോത്സുകാന്യവാത്സീത്. താങ്ക് യു.